നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. മൂന്നാർ ചൊക്കനാട്ടിൽ പടയപ്പയെ പ്രകോപിപ്പിക്കാൻ വാഹനയാത്രികരുടെ ശ്രമം. ജീപ്പിലെത്തിയ ആളുകൾ അപകടകരമാം വിധം ആനയുടെ അടുത്തേക്ക് വാഹനം ഓടിച്ചു കയറ്റി. സംഭവത്തിൽ ജീപ്പ് ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. അയ്യപ്പൻകോവിൽ അയ്യരുപാറ നെടുമ്പറമ്പിൽ പ്ലാന്റേഷനിലെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. ഐക്യ ട്രേഡ് യൂണിയനുകളും തൊഴിലാളികളും സമരവുമായി രംഗത്ത് വന്നത് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാത്തതിലും തോട്ടം ഭൂമി മുറിച്ചു വിൽക്കുന്നതിലും പ്രതിഷേധിച്ച വാഗമൺ പുള്ളിക്കാനം ടി എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹം നടപടികളിൽ പ്രതിഷേധിച്ച KPW യൂണിയൻ INTUC എസ്റ്റേറ്റ് ഓഫീസ് പടിക്കൽ ധർണ നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനം കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആഘോഷിക്കുമെന്ന് നേതാക്കൾ. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച കല്ലാർകുട്ടി അണക്കെട്ടിലെ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചു. സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റുകയായിരുന്നു. പൂർണ്ണമായി ഇല്ലാതായത് കല്ലാർകുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്ന് കരുതിയിരുന്ന പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാർ ചൊക്കനാട്ടിൽ പടയപ്പയെ പ്രകോപിപ്പിക്കാൻ വാഹനയാത്രികരുടെ ശ്രമം. ജീപ്പിലെത്തിയ ആളുകൾ അപകടകരമാം വിധം ആനയുടെ അടുത്തേക്ക് വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു. പ്രകോപനമുണ്ടായിട്ടും പടയപ്പ ജീപ്പ് ആക്രമിക്കാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സംഭവത്തിൽ ജീപ്പ് ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ജീപ്പ് യാത്രികർ പടയപ്പയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത്. രാത്രിയിൽ തോട്ടം മേഖലയിൽ ഇറങ്ങിയ ആന ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വഴിയോരത്ത് അലങ്കാരത്തിനായി സ്ഥാപിച്ചിരുന്ന വാഴ ഭക്ഷിക്കുകയായിരുന്നു. ഈ സമയം ഇതുവഴിയെത്തിയ ജീപ്പ് യാത്രികർ പടയപ്പയുടെ അടുത്തേക്ക് വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചു കയറ്റി. വാഹനം ഓടിച്ച് പലതവണ ആനയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചതോടെ നാട്ടുകാർ ഇടപെടുകയായിരുന്നു. ജീപ്പിലുണ്ടായിരുന്നവരുമായി നാട്ടുകാർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഇവരെ പ്രദേശത്തു നിന്നും മടക്കി അയക്കുകയും ചെയ്തു. ഉത്സവാഘോഷത്തിനായി ചൊക്കനാട്ടിൽ എത്തിയ മൂന്നാർ വട്ടക്കാട് സ്വദേശികളാണ് പ്രകോപനം ഉണ്ടാക്കിയത്. വാഹനം വനംവകുപ്പ് ദേവികുളം റേഞ്ച് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. മൂന്നാർ ഡിവിഷനിൽ ഇന്നലെ പടയപ്പയെ പ്രകോപിപ്പിക്കാതെ ബന്ധപ്പെട്ട് നമുക്ക് കുറേ ദൃശ്യങ്ങളും ഫോട്ടോ വീഡിയോയും കിട്ടിയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതിൽ ഇന്നലെ രാത്രി നമ്മുടെ ചൊക്കനാട് പുതുക്കാട് ഭാഗത്ത് പടയപ്പയെ മനഃപൂർവ്വം ജീപ്പ് കൊണ്ട് ഇടിക്കാൻ ശ്രമിച്ചു. ഉപയോഗിക്കാനായിട്ട് മനസ്സിലായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതിൽ രാത്രി വീഡിയോക്കകത്ത് കണ്ട് ജീപ്പിനെ കസ്റ്റഡിയെടുത്തിട്ടുണ്ട്. എടുത്തുകൊണ്ട് അരുവിക്കാട് സെക്ഷനിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതിൽ ആ വണ്ടിക്കകത്തിരുന്ന് ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 9 പ്രകാരം കേസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ ജീപ്പ് ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഇയാൾ ഒളിവിലാണ്. പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സഹോദരനാണ് വാഹനം ഓടിച്ചിരുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അയ്യപ്പൻകോവിൽ അയ്യരുപാറ നെടുമ്പറമ്പിൽ പ്ലാന്റേഷനിലെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാത്തതിലും തോട്ടം ഭൂമി മുറിച്ചു വിൽക്കുന്നതിലും പ്രതിഷേധിച്ചാണ് ഐക്യ ട്രേഡ് യൂണിയനുകളും തൊഴിലാളികളും സമരവുമായി രംഗത്ത് വന്നത്. ദിവസേന 300 തൊഴിലാളികൾ ജോലിയെടുക്കുന്ന തോട്ടത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകിയിട്ടില്ല.
2022-23 സീസണിലെ ബോണസ്, 2 വർഷത്തെ മെഡിക്കൽ ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കിയിട്ടില്ല. തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പ്രൊവിഡന്റ് ഫണ്ട് തുക EPF ഓഫീസിൽ അടയ്ക്കാതെ വീഴ്ച വരുത്തി. ജോലിയിൽ ഇരിക്കെ മരിച്ച തൊഴിലാളികളുടെ ആശ്രിതർക്ക് വേണ്ട അവകാശങ്ങൾ ലഭ്യമാക്കിയില്ല. സർക്കാർ തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. CITU, BMS, NPWU, HPWU തുടങ്ങിയ യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പ്ലാന്റേഷനിൽ സമരം നടക്കുന്നതെന്ന് NPW യൂണിയൻ ജനറൽ സെക്രട്ടറി VN മോഹനൻ പറഞ്ഞു. ഞങ്ങൾ ഈ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്ന ആവശ്യത്തിലേക്ക് മാനേജ്മെന്റുമായിട്ട് പല പ്രാവശ്യം ചർച്ചകൾ നടത്തുകയും മാനേജ്മെന്റ് പല അവധികൾ ഞങ്ങളോട് പറയുകയൊക്കെ ചെയ്തെങ്കിലും നടപടി ഉണ്ടാകാത്തത് മൂലം നെടുങ്കണ്ടം ഡെപ്യൂട്ടി ലേബർ ഓഫീസിലും പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ഓഫീസിലും ഒക്കെ ബന്ധപ്പെട്ട് പലവിധമായ ചർച്ചകൾ നടത്തി അവിടെ ഈ കഴിഞ്ഞ 16-ാം തീയതി ബോണസും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ നൽകിക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ്. ആ ഉറപ്പ് പോലും ലംഘിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. ഈ നിലയിൽ മുമ്പോട്ട് പോകുവാൻ തൊഴിലാളികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. നിത്യേന ഒരു 300-ലധികം കുടുംബങ്ങൾ ജീവിച്ചു പോകുന്ന ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഇവിടെ പ്രവർത്തിച്ചു വരുന്ന 4 ട്രേഡ് യൂണിയന്റെ ഭാരവാഹികളും അതോടൊപ്പം ഈ തൊഴിലാളികളും എല്ലാവരും ഈ വ്യവസായത്തിന്റെ സർവതോമുഖമായ പുരോഗതിയെ ലക്ഷ്യമാക്കി നല്ല രീതിയിൽ സഹകരിച്ചാണ് മുമ്പോട്ട് നാളെ വരെ പോയിക്കൊണ്ടിരുന്നത്. നിരവധിയായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനൊപ്പം 50 വർഷം പഴക്കമുള്ള ഒറ്റമുറി ലയങ്ങളിലാണ് തൊഴിലാളികൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം പ്ലാന്റേഷൻ ഓഫീസ് ജീവനക്കാർക്കും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. വിഷയത്തിൽ ഐക്യ ട്രേഡ് യൂണിയനുകൾ മാനേജ്മെന്റുമായി നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും വിഷയങ്ങൾ പരിഹരിക്കാമെന്ന ഉറപ്പു നൽകുന്നതല്ലാതെ നടപടികൾ ഉണ്ടാകുന്നില്ല. ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ഓഫീസിലും ലേബർ ഓഫീസിലും ഡിമാൻഡ് നോട്ടീസ് നൽകിയെങ്കിലും അവിടെയും തോട്ടം ഉടമയുടെ നടപ്പിലാകാത്ത ഉറപ്പ് മാത്രമായിരുന്നു ബാക്കി. ഈ സാഹചര്യത്തിലാണ് ആനുകൂല്യങ്ങൾ നൽകാൻ എന്ന വ്യാജേന തോട്ടം മുറിച്ചു വിൽക്കാൻ ഉടമ ശ്രമിക്കുന്നത്. സൂചനാ പണിമുടക്കുൾപ്പെടെ നടത്തിയിട്ടും നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം തൊഴിലാളികളും ഐക്യ ട്രേഡ് യൂണിയനുകളും സംയുക്തമായി ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. NPW യൂണിയൻ ജനറൽ സെക്രട്ടറി VN മോഹനൻ, CITU നേതാക്കളായ KS വിജയൻ, KP സെയ്ദ് മുഹമ്മദ്, MT ബാബു, BMS നേതാക്കളായ KC സിനീഷ്, SG മഹേഷ്, INTUC നേതാവായ വിൻസെന്റ് ജോസഫ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വാഗമൺ പുള്ളിക്കാനം ടി എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് KPW യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ എസ്റ്റേറ്റ് ഓഫീസ് പടിക്കൽ ധർണ നടത്തി. യൂണിയൻ രക്ഷാധികാരി അഡ്വക്കേറ്റ് ജോയി തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു. അധിക കൊളുന്ത് 1 കിലോയ്ക്ക് 5 രൂപ ആക്കുക, ഞായറാഴ്ച ജോലി ചെയ്യുന്നതിന് ഫീൽഡ് ഓഫീസർമാർക്ക് നൽകുന്നത് പോലെ സൂപ്പർവൈസർമാർക്കും തൊഴിലാളികൾക്കും ഇരട്ടി ശമ്പളം നൽകുക, സൂപ്പർവൈസർമാരെ അനധികൃതമായി നിയമിക്കുന്നത് അവസാനിപ്പിക്കുക, എസ്റ്റേറ്റ് മാനേജ്മെന്റ് നീതി പാലിക്കുക, തൊഴിലാളി ലയങ്ങൾ വാസയോഗ്യമാക്കുക, എസ്റ്റേറ്റിലെ ആശുപത്രികളിൽ ഡോക്ടർമാരെ നിയമിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KPW യൂണിയന്റെ നേതൃത്വത്തിൽ എസ്റ്റേറ്റ് ഓഫീസ് പടിക്കൽ ധർണ നടത്തിയത്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ മാനേജ്മെന്റ് പരിഗണിച്ചില്ലെങ്കിൽ തുടർന്നുള്ള നാളുകളിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് യൂണിയന്റെ തീരുമാനം. യൂണിയൻ രക്ഷാധികാരി അഡ്വക്കേറ്റ് ജോയി തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിലെല്ലാം മാറി നല്ല രീതിയിൽ ഇതിന്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക രീതിയിൽ തൊഴിലാളികൾ പോലും മാനേജ്മെന്റുമായി സഹകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഈ മാനേജ്മെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. നിലവിൽ തോട്ടത്തിലെ തൊഴിലാളികൾ വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ശമ്പള വർധനവ് അടക്കമുള്ള കാര്യങ്ങളിൽ മാനേജ്മെന്റ് നിസ്സംഗത പാലിക്കുകയാണ്. ലയങ്ങളിൽ തൊഴിലാളികൾ യാതന അനുഭവിച്ചാണ് മുൻപോട്ട് പോകുന്നത്. ഇക്കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് കണ്ടില്ലെന്ന് നടിക്കുന്നു. INTUC ജനറൽ സെക്രട്ടറി PR അയ്യപ്പൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. KA സിദ്ദിഖ്, അജിത് ദിവാകരൻ, ജിഫി അഞ്ചാനി, ബിബിൻ ഈട്ടിക്കൽ, ഷാൻ അരുവിപ്ലാക്കൽ, N മഹേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനം കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആഘോഷിക്കുന്നതിന് തീരുമാനിച്ചതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടി AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 28 രാവിലെ 10 മണിക്ക് ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചനയെ തുടർന്ന് കട്ടപ്പന നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചക്കുമൂട്ടിൽ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന യോഗത്തിൽ DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടികല്ലാർ ജന്മദിന സന്ദേശം നൽകും. UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി ജന്മദിന കേക്ക് മുറിക്കും.
KPCC സെക്രട്ടറി തോമസ് രാജൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പൊന്നാട അണിയിച്ച് ആദരിക്കും. 139ാം സ്ഥാപക ദിനം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ സമ്മേളനം AICCയുടെ വർക്കിംഗ് മെമ്പർ ബഹുമാനായ അഡ്വക്കേറ്റ് EM അഗസ്തി XMLA ഉദ്ഘാടനം ചെയ്യുകയും ജന്മദിന സന്ദേശം നൽകിക്കൊണ്ട് DCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ ഇബ്രാഹിംകുട്ടി കല്ലാർ സംസാരിക്കുന്നതാണ്. ഈ സമ്മേളനത്തിൽ 139 വർഷം പഴക്കം ചെന്ന ഈ പാർട്ടിക്ക് ആ പ്രതീകാത്മകമായി 139 ദീപങ്ങൾ തെളിച്ചുകൊണ്ട് ഈ സമ്മേളനത്തെ ഈ 130 വർഷത്തെ പാർട്ടി വരവേൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ കേക്ക് മുറിക്കുന്നത് UDFിൻ്റെ ജില്ലാ ചെയർമാൻ ശ്രീ ജോയി വിട്ടിക്കുഴിയാണ്. ഈ സമ്മേളനത്തിൽ ആദ്യകാല കോൺഗ്രസ് നേതാക്കന്മാരെ നിരവധിയായിട്ടുള്ള ആളുകൾ, പ്രായാധിക്യം കൊണ്ടുള്ള ആളുകളുണ്ട്, ഒപ്പം തന്നെ സജീവമല്ലാത്ത ആളുകളുണ്ട്. കോൺഗ്രസ്സായി സജീവമായി നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പ്രിയപ്പെട്ട പ്രവർത്തകർ, അവരെ ഈ വേദിയിൽ ആദരിക്കുകയാണ്. കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ കുട്ടികളെയും മറ്റ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് മൈക്കിൾ അനുമോദിക്കും. വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ജോസ് ആനക്കല്ലിൽ, CM തങ്കച്ചൻ, ജിതിൻ ഉപ്പുമാക്കൽ, ഷാജി വെള്ളമാക്കൽ, PJ ജോസഫ്, PJ ബാബു, സജിമോൾ ഷാജി, സിന്ധു വിജയകുമാർ, രാധാകൃഷ്ണൻ നായർ, ഷാജൻ എബ്രഹാം, മേരി ദാസൻ, സ്വാന്തന ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച കല്ലാർകുട്ടി അണക്കെട്ടിലെ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചു. ആരംഭഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റുകയായിരുന്നു. കല്ലാർകുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്ന് കരുതിയിരുന്ന പദ്ധതിയാണ് പൂർണ്ണമായി ഇല്ലാതായത്. 2019 കല്ലാറുകുട്ടി അണക്കെട്ടിൽ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. KSEB, ഹൈഡൽ ടൂറിസവും മുതിരപ്പുഴ ടൂറിസം സൊസൈറ്റിയും സഹകരിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച പദ്ധതി ഇപ്പോൾ പൂർണ്ണമായും നിലച്ചു. സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റുകയായിരുന്നു. വിനോദസഞ്ചാര സാധ്യത ഏറെയുള്ള കല്ലാറുകുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്ന് കരുതിയിരുന്ന പദ്ധതിയാണ് പൂർണ്ണമായി ഇല്ലാതായത്. മനോഹരമായ കല്ലാറുകുട്ടി ഡാമിലൂടെ സഞ്ചാരികൾക്ക് അവരുടെ ആവശ്യാനുസരണം കൺകുളിർക്കെ കാഴ്ചകൾ കാണുവാനുള്ള ബോട്ടിംഗ് സർവീസ് ഉടൻ തന്നെ ആരംഭിക്കണം. അതിനെന്ത് നടപടിക്രമങ്ങൾ എടുത്താലും വേണ്ടില്ല. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇവിടെ വസിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ വരുമാനം കിട്ടുന്ന ഒരു വലിയ പദ്ധതിയാണത്. ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ആ ബോട്ടിംഗ് സർവീസ് ഉടൻ തന്നെ പുനരാരംഭിക്കേണ്ടതായിട്ടുണ്ട്. പദ്ധതി നിലയ്ക്കാൻ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ പദ്ധതി പൂർണ്ണമായി നിലച്ചതിൽ പ്രദേശവാസികൾക്കും നിരാശയുണ്ട്. പദ്ധതി പാളാനുണ്ടായ സാഹചര്യം വിലയിരുത്തി പദ്ധതി പുനർജീവിപ്പിക്കുന്നതിനുള്ള ഇടപെടലെന്ന ആവശ്യവുമുയരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറ വെള്ളച്ചാട്ടത്തിന് സമീപം യുവാവ് കൊക്കയിൽ പതിച്ചു. തൊടുപുഴ കല്ലൂർക്കാട് സ്വദേശിക്കാണ് അപകടം സംഭവിച്ചത്. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു അപകടം. റോഡ് വക്കിൽ വിശ്രമിക്കുന്നതിനിടെ കൊക്കയിലേക്ക് വീണതായാണ് നിഗമനം. തൊടുപുഴ കല്ലൂർക്കാട് സ്വദേശിയായ യുവാവാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വാളറ വെള്ളച്ചാട്ടത്തിന് എതിർവശത്തുള്ള കൊക്കയിൽ വീണത്. യുവാവ് സഞ്ചരിച്ച ഇരുചക്രവാഹനം അനാഥമായി പാതയോരത്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സമീപത്തുള്ളവർ തിരച്ചിൽ നടത്തുകയായിരുന്നു. തിരച്ചിലിനിടെ കൊക്കയിൽ വീണുകിടന്ന യുവാവിനെ നാട്ടുകാർ കണ്ടെത്തി. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് ഏറെ ശ്രമകരമായാണ് ഇയാളെ റോഡിൽ എത്തിച്ചത്. തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. യുവാവ് അവശനായിരുന്നുവെങ്കിലും വലിയ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. വെള്ളച്ചാട്ടത്തിന് എതിർവശത്തായി ദേശീയപാതയോരത്ത് ആളുകൾ ഇരുന്ന് വിശ്രമിക്കുക പതിവാണ്. അപ്രകാരം അബദ്ധത്തിൽ യുവാവ് കൊക്കയിലേക്ക് പതിച്ചതാകാമെന്നാണ് നിഗമനം. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തെ ഇടുക്കി ഡാം വൃഷ്ടിപ്രദേശത്ത് കെട്ടിട അവശിഷ്ടങ്ങൾ തള്ളിയതായി പരാതി. ഡാം വൃഷ്ടിപ്രദേശങ്ങൾക്ക് സമീപത്തായി യാതൊരുവിധ പ്രവർത്തനവും അനുവദിക്കാത്ത ഡാം സേഫ്റ്റി അധികൃതർ കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ തള്ളിയതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മാട്ടുക്കട്ടയിലെ കെട്ടിടങ്ങൾ പൊളിച്ചതിനെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങളാണ് തൂക്കുപാലത്തിന് സമീപത്തെ ഇടുക്കി ഡാം വൃഷ്ടിപ്രദേശത്ത് നിക്ഷേപിച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് വസ്തുക്കൾ, ഇഷ്ടിക മാലിന്യങ്ങൾ, വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ കൊടികൾ എന്നിവയെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്.
വൃഷ്ടിപ്രദേശത്തോ സമീപത്തോ സർക്കാർ നിർമ്മാണങ്ങൾ പോലും ശക്തമായി എതിർക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഡാം സേഫ്റ്റി അധികൃതർ ഇത്തരത്തിലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നതെന്ന് പ്രദേശവാസിയായ സജിൻ പറയുന്നു. ഇപ്പം ഇടുക്കി ഡാം റിസർവറിൽ ജലം നിറയുമ്പോൾ ഈ വേസ്റ്റ് ഒഴുകി താഴോട്ട് പോവുകയും കുടിവെള്ള സ്രോതസ്സുകൾ അടക്കമുള്ളത് മലിനപ്പെടുകയും ചെയ്യും. ഈ ഡാം സേഫ്റ്റിക്ക് ഈ റിസർവറിനുള്ളിലെ ചെറു നിർമ്മാണങ്ങൾ പോലും നിയമപ്രശ്നങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തുന്ന ഡാം സേഫ്റ്റി അതോറിറ്റി ഈ നിയമലംഘനങ്ങളും ഈ മലിനപ്പെടുത്തലും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇവിടെ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപം പൊതുജന ഉപകാരപ്രദമായ ഒരു ടോയ്ലറ്റ് നിർമ്മാണം നടന്നപ്പോൾ നിരവധി തവണയാണ് നിയമപ്രശ്നങ്ങൾ പടഞ്ഞുകൊണ്ട് ഡാം സേഫ്റ്റി അതോറിറ്റി ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ തൂക്കുപാലത്തിനോട് ചേർന്ന് തന്നെ, അതായത് ഈ ടോയ്ലറ്റിന് മുൻഭാഗത്ത് തന്നെ കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ടിട്ട് ഡാമിൻ്റെ റിസർവെയർ മലിനപ്പെടുത്തുന്നതിനെതിരെ ഈ ഡാം സേഫ്റ്റി അതോറിറ്റി യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു ഖേദകരമായ കാര്യമാണ്. നിരവധി ആളുകൾ എത്തുന്ന തൂക്കുപാലത്തിന് സമീപത്തെ വൃഷ്ടിപ്രദേശത്ത് ഇത്തരത്തിൽ നിർമ്മാണ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്ന സാഹചര്യം മുതലെടുത്ത മേഖലയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാകാനും സാധ്യതയുണ്ട്. സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ക്യാച്ച്മെന്റ് ഏരിയയിലെ മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്തണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. കട്ടപ്പന നഗരസഭ 14-ാം പഞ്ചവത്സര പദ്ധതി 2024-25 വാർഷിക പദ്ധതി വികസന സെമിനാർ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കുടിവെള്ളം, പൊതുഭരണം, ധനകാര്യം, വിദ്യാഭ്യാസ, കല, സാംസ്കാരികം, യുവജനക്ഷേമം, ജൈവ വൈവിധ്യ മാനേജ്മെന്റ്, ആരോഗ്യം, പാർപ്പിടം, വനിതാ വികസനം, പട്ടികജാതി വികസനം, ദാരിദ്ര്യ ലഘൂകരണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, പ്രാദേശിക സാമ്പത്തിക വികസനം, പട്ടികവർഗ വികസനം, കൃഷിയും അനുബന്ധ മേഖലകളും, നഗരാസൂത്രണം, പ്രാദേശിക സാമ്പത്തിക വികസനം തുടങ്ങിയ വിഭാഗങ്ങളിൽ ഗ്രൂപ്പുകൾ തിരിഞ്ഞാണ് ചർച്ചകൾ നടന്നത്. പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത വർഷം കിട്ടുന്ന ഫണ്ട് എത്രയാണ് എന്ന് നമുക്ക് ഇതുവരെ അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ അതനുസരിച്ച് മാത്രമേ നമുക്ക് ഓരോ പ്രോജക്റ്റുകളും രൂപപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് മുൻ വർഷങ്ങളിൽ കിട്ടിയ ഫണ്ട് അനുസരിച്ചാണ് ഏകദേശം നമ്മളൊന്ന് വെച്ചിരിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമല്ല. അതുപോലെ തന്നെ ഓരോ വാർഡിൽ നിന്ന് തന്നിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് അതിനകത്ത് നമ്മുടെ വികസന സെമിനാറിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഈ വികസന സെമിനാറിൽ പറഞ്ഞ അന്തിമ രൂപത്തിലോട്ട് പോകാനായിട്ട് സാധിക്കും. യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബേബി അധ്യക്ഷയായിരുന്നു. ജോയി വെട്ടിക്കുഴി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മനോജ് മുരളി, സിബി പാർപ്പായി, ലീലാമ്മ ബേബി, ഐബിമോൾ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ചയിൽ നഗരസഭാ കൗൺസിലർമാർ, വികസന സമിതി അംഗങ്ങൾ, അങ്കണവാടി പ്രവർത്തകർ, കുടുംബശ്രീ, ആശാപ്രവർത്തകർ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ഡിസ്പെൻസറി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. വണ്ടൻമേട് സെന്റ് ആന്റണീസ് ദേവാലയത്തിന് എതിർവശത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ഹോസ്പിറ്റൽ പഞ്ചായത്ത് തലത്തിൽ നടത്തപ്പെടുമ്പോൾ 10 സെന്റ് കുറയാതുള്ള സ്ഥലവും അതിനോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളും വേണം എന്നുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രിയപ്പെട്ട ഡോക്ടർ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തുകൊണ്ട് ഈ വനിതാ ഉൽപ്പന്ന വിപണന കേന്ദ്രമായി പണിത ഈ കെട്ടിടം നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിനായി വിട്ടുകൊടുക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ നമ്മൾ 10 ലക്ഷം രൂപ അതിനനുവദിക്കുകയും ഇതിന്റെ പണി ഏറെക്കുറെ നിലവിലുള്ള കെട്ടിടത്തിന്റെ സാഹചര്യം അനുസരിച്ച് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ മാത്രമല്ല, മറ്റുള്ള പഞ്ചായത്തിലെയും ആളുകൾ ഒരുപാട് പേര് പേഷ്യന്റുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഡോക്ടറെ തിരക്കി എത്താറുണ്ട്. ഇപ്പം നമുക്ക് ഡോക്ടർ ആഴ്ച ഒരു 3 ദിവസം ഉള്ളൂ എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. വനിതാ ഉൽപ്പന്ന വിപണന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഗ്രാമപഞ്ചായത്ത് വക കെട്ടിടം നവീകരിച്ചാണ് ആയുർവേദ ഡിസ്പെൻസറി ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 10 സെന്റ് സ്ഥലവും കെട്ടിടവുമാണ് ഡിസ്പെൻസറിക്കായി നൽകിയിരിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ GP രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി ജോണി, വണ്ടൻമേട് ഗവൺമെന്റ് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജീന KK തുടങ്ങിയവർ സംസാരിച്ചു.
അയ്യപ്പൻകോവിൽ ആനക്കുഴിയിൽ ബാലസഭാ കുട്ടികൾക്കായി ബാഡ്മിന്റൺ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുടുംബശ്രീ കട്ടപ്പന ബ്ലോക്ക് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബാഡ്മിന്റൺ പരിശീലന ക്യാമ്പ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ബാലസഭാ കുട്ടികൾക്കായി കുടുംബശ്രീ കട്ടപ്പന ബ്ലോക്ക് ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് അവധിക്കാല ബാഡ്മിന്റൺ പരിശീലനം സംഘടിപ്പിച്ചത്. ഉപ്പുതറ, അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 10 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് പരിശീലനം നൽകുന്നത്. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ നിർവഹിച്ചു. ക്രിസ്മസിന്റെ അവധിക്കാലമായ 8 ദിവസം ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഹാപ്പി ന്യൂ ഇയർ അതുപോലെ തന്നെ ഈ ബാഡ്മിന്റന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ചു. ആനക്കുഴി സ്വകാര്യ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് എൻ വിശ്വംഭരൻ മാഷിന്റെ ശിക്ഷണത്തിൽ പരിശീലനം നടക്കുന്നത്. സമൂഹത്തിൽ കുട്ടികൾ കൗമാരകാലത്തിൽ തന്നെ ലഹരിയിലേക്ക് കടന്നുപോകുന്ന സ്ഥിതിയെ തടയുക, കുട്ടികളിൽ കായികശേഷി വർദ്ധിപ്പിക്കുക, കായിക മത്സരങ്ങൾക്കായി വേദിയൊരുക്കുക, പരിശീലനം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. വിവിധ പഞ്ചായത്തിൽ നിന്നും നിരവധി കുട്ടികളാണ് പരിശീലനത്തിന് എത്തിയത്. യോഗത്തിൽ CDS ചെയർപേഴ്സൺ രജിത ഷാജൻ, ബാലസഭ RP മനു പ്രവീൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമോദ് ജോസഫ്, സിജി, മറ്റ് ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് എഴുകുംവയൽ സ്വയംപ്രഭാ ഹോമിന്റെ പരിസരം വൃത്തിയാക്കി പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. NSS യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് സ്കൂളിലെ അധ്യാപകർ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രീമി ലാലിച്ചൻ, ഷാൻഡി ബിജോ, മുന്നംഗം ജോണി പുതിയാപറമ്പിൽ, സ്വയംപ്രഭാ ഹോം പ്രസിഡന്റ് KC ജോസഫ്, സെക്രട്ടറി NM പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന അമ്പലക്കവല കൊല്ലക്കാട്ട് KR അനിൽകുമാർ തന്റെ കൃഷിയിടത്തിൽ നട്ടുപരിപാലിച്ച ഇഞ്ചി വിളവെടുത്തപ്പോൾ നാട്ടുകാർ പോലും അത്ഭുതപ്പെട്ടുപോയി. കാരണം ഒരു മൂടിൽ നിന്ന് 8 കിലോ ഇഞ്ചിയാണ് ഈ കർഷകന് വിളവ് ലഭിച്ചത്. കരയിൽ കൃഷി ചെയ്ത 5 കിലോ വിത്തിൽ ഒരു ചുവട്ടിലാണ് 8 കിലോ ഇഞ്ചി വിളവെടുക്കാനായത്. അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വിത്തിഞ്ചി വാങ്ങിയാണ് അനിൽകുമാർ കൃഷി ഇറക്കിയത്. ആദ്യമൊക്കെ 1 മുതൽ 2 കിലോ വരെ തൂക്കത്തിൽ ഇഞ്ചി ലഭിക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 5 കിലോ ആയി ഉയർന്നു. 5 കിലോ തൂക്കത്തിൽ വിളവുണ്ടായത് നാട്ടുകാരെയും വീട്ടുകാരെയും അത്ഭുതപ്പെടുത്തി. എന്നാൽ ഈ വർഷം ഒരു മൂടിൽ 8 കിലോ തൂക്കത്തിലുള്ള ഇഞ്ചിയാണ് വിളഞ്ഞത്. ജൈവവളം മാത്രമാണ് അനിൽകുമാർ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഒരു മൂടിൽ 8 കിലോ ഇഞ്ചി ലഭിച്ചത് നാട്ടുകാർക്കും കൗതുകമായി. 8 കിലോ ഇഞ്ചി വിളഞ്ഞപ്പോൾ മണ്ണിന് മുകളിലേക്ക് 6 അടി ഉയരത്തിൽ തണ്ടും വളർന്നിരുന്നു. ഞാനിത് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഒരു 15 വർഷം മുന്നേ 2 കിലോ ഇഞ്ചി നടാൻ വേണ്ടി മേടിച്ചതാണ്. അതിൽ നിന്നുണ്ടായി വന്ന് നട്ട് എടുത്താണ്. കഴിഞ്ഞ പ്രാവശ്യം 5 കിലോ ഉള്ളത് കിട്ടി. ഈ പ്രാവശ്യം അത് 8 കിലോ തൂക്കമുള്ള ഇഞ്ചി കിട്ടി. വളമൊക്കെ ചെയ്തു? വളമൊന്നും ചെയ്യുന്നില്ല, ജൈവമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ നട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇല്ല, ഞാൻ 1/2 കിലോയുടെ ഒരു പാവ് ഒരുമിച്ച് അങ്ങ് നട്ടു എന്നുള്ളതേ ഉള്ളൂ, വേറെ പ്രത്യേകതയൊന്നുമില്ല. പാരമ്പര്യമായി കൃഷി ചെയ്തു വരുന്ന കർഷകനാണ് അനിൽകുമാർ. രാസവളം കൃഷിയിടത്തിൽ കയറ്റാത്ത ഈ കർഷകന് മണ്ണ് നൽകിയ സമ്മാനമാണ് 8 കിലോ തൂക്കമുള്ള ഇഞ്ചിയെന്നാണ് കാണുന്നവർ പോലും പറയുന്നത്. അനിൽകുമാറും ഭാര്യ അനിയും ചേർന്നാണ് കൃഷികൾ പരിപാലിക്കുന്നത്. കൃഷിയെ സ്നേഹിച്ച കഠിനാധ്വാനത്തിലൂടെ മികച്ച വിളവുണ്ടാക്കുന്ന ഇവരുടെ കൃഷിരീതികൾ മറ്റു കർഷകർക്കും മാതൃകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ഇഞ്ചിയുടെ വലിപ്പവും തൂക്കവും കൂടി വരുന്നത് മറ്റുള്ളവർക്കും അത്ഭുതമായി തീർന്നിരിക്കുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ കേരള കാർഡമം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലൂട്ട് 224, വിൽപ്പനയ്ക്ക് വന്നത് 80,175, വിൽപ്പന നടന്നത് 79,817, കൂടിയ വില 2,392, ശരാശരി വില 1,834. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 585 രൂപ, ഏലം കൂടിയ വില 1,700, ഏലം ശരാശരി വില 1,300. കാപ്പിപ്പരിപ്പ് 235, ഗ്രാമ്പു 975, കൊക്കോ 55, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,850 രൂപ, വെള്ളി 79. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. മൂന്നാർ ചൊക്കനാട്ടിൽ പടയപ്പയെ പ്രകോപിപ്പിക്കാൻ വാഹനയാത്രികരുടെ ശ്രമം. ജീപ്പിലെത്തിയ ആളുകൾ അപകടകരമാം വിധം ആനയുടെ അടുത്തേക്ക് വാഹനം ഓടിച്ചു കയറ്റി. സംഭവത്തിൽ ജീപ്പ് ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. അയ്യപ്പൻകോവിൽ അയ്യരുപാറ നെടുമ്പറമ്പിൽ പ്ലാന്റേഷനിലെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. ഐക്യ ട്രേഡ് യൂണിയനുകളും തൊഴിലാളികളും സമരവുമായി രംഗത്ത് വന്നത് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാത്തതിലും തോട്ടം ഭൂമി മുറിച്ചു വിൽക്കുന്നതിലും പ്രതിഷേധിച്ച വാഗമൺ പുള്ളിക്കാനം ടി എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹം നടപടികളിൽ പ്രതിഷേധിച്ച KPW യൂണിയൻ INTUC എസ്റ്റേറ്റ് ഓഫീസ് പടിക്കൽ ധർണ നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനം കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആഘോഷിക്കുമെന്ന് നേതാക്കൾ. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച കല്ലാർകുട്ടി അണക്കെട്ടിലെ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചു. സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റുകയായിരുന്നു. പൂർണ്ണമായി ഇല്ലാതായത് കല്ലാർകുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്ന് കരുതിയിരുന്ന പദ്ധതി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.